ഓരോരോ കോമഡി പീസുകൾ വന്നോളൂല്ലോ. അറിയാം ഉസ്താദ് എന്തിനാണ് ഹൈന്ദവ ജനങ്ങളെ സഹായിക്കുന്നതെന്നൊക്കെ ഞങ്ങൾക്ക് എന്തിനു വേണ്ടിയാ? മതം മാറ്റാൻ വേണ്ടി. ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാത്ത, ഒരു നേരത്തെ മരുന്ന് മേടിക്കാൻ വകയില്ലാത്ത, സ്വന്തമായി ഒരു കുടിലില്ലാത്ത, ഒരു സെന്റ് ഭൂമി ഇല്ലാത്ത ഒരു മനുഷ്യൻ വന്നൊരു സഹായം ചോദിച്ചാൽ അവനെ സഹായിക്കുന്നതിന് വേണ്ടിയാ? മതം മാറ്റാൻ വേണ്ടി. കാളിച്ചേട്ടൻ്റെ ടെക്നോളജി അവസാനിച്ചെന്നാണ് വിചാരിക്കും. ഈ ടെക്നോളജി അവസാനിക്കത്തില്ലല്ലേ? കാളിച്ചേട്ടാ, എന്തിനാണ് അവനവൻ അധ്വാനിച്ച പണം കൊടുത്ത് മറ്റൊരാളെ മതം മാറ്റുന്നത്? അല്ലെങ്കിൽ തന്നെ കാളിച്ചേട്ടനെ പോലുള്ള മനുഷ്യന്മാരെയൊക്കെ ഈ മതം മാറ്റിയിട്ട് ഇപ്പോൾ എന്താ ഗുണമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാളിച്ചേട്ടൻ ഒന്ന് ആലോചിച്ച് നോക്കി. ഈ വാർത്ത ശ്രദ്ധിച്ച, ഈ കഴിഞ്ഞ റമദാനിൽ മാത്രം ദുബായിലെ ഒരു മസ്ജിദിൽ വെച്ച് സത്യസാക്ഷി വാചകം ചൊല്ലിയവരുടെ എണ്ണം 2700 ലോകത്ത് അങ്ങനെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് വന്ന മനുഷ്യർ പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ ഭാഗമാകുന്നുണ്ട്. 2 ബില്യൺ മുസ്ലിമുകളുണ്ട്. ഇനി എന്തിനാണ് ആളുടെ എണ്ണം കൂട്ടുന്നത്? അത് നമ്മൾ അധ്വാനിച്ച പൈസ കൊടുത്തിട്ട് ഇപ്പോൾ കാളിച്ചേട്ടൻ്റെ ഓരോരോ തമാശകൾ. ഇനി കാളിച്ചേട്ടൻ തന്നെ, സാക്ഷാൽ കാളിച്ചേട്ടൻ തന്നെ ഇസ്ലാമിൻ്റെ ഭാഗമെന്ന് വിചാരിക്കുക. നമുക്ക് എന്ത് ഗുണം? കാളിച്ചേട്ടനെ അപ്പുറത്ത് നിന്നിട്ട് തന്നെ ഗുണമില്ല, പിന്നെ ഇനി ഇപ്പുറത്തോട്ട് വന്നിട്ട് എന്താ ഗുണം? ഇങ്ങനെ നടക്കുന്നില്ല. കാളിച്ചേട്ട ഒരു മുസൽമാൻ, ഒരു യഥാർത്ഥ മുസ്ലിമായി ജീവിച്ചാൽ തന്നെ, അവനെ കണ്ടാൽ തന്നെ മനുഷ്യർക്ക് അവൻ നല്ല മുസ്ലിം ആണ് എങ്കിൽ, യഥാർത്ഥ ക്വാളിറ്റിയുള്ള മുസ്ലിം ആണെങ്കിൽ അവനെ കണ്ടാൽ തന്നെ ആളുകൾക്ക് അതിനോടൊരു താല്പര്യമൊക്കെ തോന്നും. അങ്ങനെ എത്ര ലക്ഷം മനുഷ്യർ നമ്മുടെ ചുറ്റുവട്ടത്ത്. ഇന്ന് വെള്ളിയാഴ്ച ജുമാ നമസ്കാരം കഴിഞ്ഞ മുകളിലേക്ക് വന്നപ്പോൾ എന്നെ കാണാൻ വേണ്ടി ഒരു ചെറുക്കൻ ഇപ്പോൾ ഉണ്ട്. ആ ചെറുക്കൻ ഒരു നോബിൾ എന്നാണ് പഴയ പേര്. അയാൾ ഗൾഫിൽ ജോലി ചെയ്താണ്. അദ്ദേഹം അവരുടെ സതീർത്ഥരും സഹചാരികളുമായ ആളുകളോടൊപ്പം ചേർന്ന് നിന്നപ്പോൾ അദ്ദേഹത്തിന് ആ ആശയം സ്വീകരിക്കാൻ തോന്നി. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബം മുഴുവൻ ഇസ്ലാം മതം സ്വീകരിച്ചു. അവർ പുറത്ത് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഇവിടെ എന്തെല്ലാം സംഭവങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ട് ചേട്ടാ. എന്നെ തന്നെ ഒരു സഹോദരി വിളിച്ചു, സംസാരിച്ച് വോയിസ് റെക്കോർഡൊക്കെ എൻ്റെ കിടപ്പുണ്ട്. ഞാൻ അപ്പോൾ പറഞ്ഞു, നിങ്ങൾ പഠിക്കാനാണ് പറഞ്ഞത്, നിങ്ങൾ ഇനിയും വിശാലമായി പഠിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് കാളിച്ചേട്ടൻ ആലോചിച്ച് നോക്കി. കാളിച്ചേട്ടൻ ഇക്കാലം അത്രയും ഭൂമിയിൽ ജീവിച്ചിട്ട് ഏതെങ്കിലും ഒരു മുസൽമാന് കാളിച്ചേട്ടൻ്റെ പ്രവൃത്തി കണ്ടിട്ട് അയ്യ ഈ മനുഷ്യൻ പങ്കുവെക്കുന്ന ആശയം വളരെ മനോഹരമാണെന്ന് തോന്നിയിട്ടുണ്ടാ? ഇപ്പൊ കാളിച്ചേട്ടൻ തന്നെ ഒരു വിഷമം പറയുന്നുണ്ട്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെപ്പോലെ ഫോളോവേഴ്സ് ഇല്ല. ഇപ്പൊ എനിക്ക് ആകെ 60,000 ഫോളോവേഴ്സ് ഉള്ളൂ. എനിക്ക് ചിലപ്പോൾ നിങ്ങളെ പോലെ 2 ലക്ഷം 3 ലക്ഷം 4 ലക്ഷം ഫോളോവേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ചിലപ്പോൾ, ഞാൻ എപ്പോഴും മതം പറയുന്നു. കാളിച്ചേട്ടൻ തന്നെ പറയുന്നുണ്ട്. എന്നിട്ടും ഇപ്പം 8 ലക്ഷം ഫോളോവേഴ്സ് ആകാൻ പോകുന്നു. ഞാൻ ഏതെങ്കിലും ഒരു വീഡിയോയിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പറഞ്ഞിട്ടില്ല. എന്നിട്ടും എന്നെ കേൾക്കാൻ ആളുള്ള എന്തുകൊണ്ടായിരിക്കും? കാളിച്ചേട്ടൻ എന്നേക്കാൾ മുമ്പ് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായ മനുഷ്യനാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്തുകൊണ്ടാണ് കാളിച്ചേട്ടൻ അതിലൊരു ഒരു പരിവർത്തനം ഉണ്ടാകാത്തത്? ആളുകൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. എന്താണ് പറയുന്നതെന്നും ഉള്ളിയിരിക്കുന്ന സാധനം എന്താണെന്നും ഈ വെറുപ്പും വിദ്വേഷമാണ് ഈ പറയുന്നതൊക്കെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നതുകൊണ്ടാണ്. എന്നാൽ കാളിച്ചേട്ടാ, നിങ്ങൾ ആലോചിച്ച് നോക്കി, എൻ്റെ ഫോളോവേഴ്സിൽ അധികവും നിങ്ങൾ നോക്കിയാൽ മതി സഹോദര സമുദായത്തിൽപ്പെട്ടവർ. എൻ്റെ കമൻറ്റ് ബോക്സിൽ അങ്ങനെയാണ്. ഫേക്കാടിൽ വന്ന് 1-2 സംഘപരിവാറുകാർ ചീത്ത വിളിക്കുന്നുണ്ടാവും. എത്രയോ നല്ല മനുഷ്യർ. അവർക്ക് ഞാൻ പറയുന്നത് ഉൾക്കൊള്ളാൻ, ഞാൻ എന്താണ് പറയുന്നത് ഉൾക്കൊള്ളാൻ കഴിയുന്ന പച്ചയായ മനുഷ്യർ ഇവിടെ ഉള്ളത് കൊണ്ടാണ്. കാളിച്ചേട്ടൻ്റെ ഉൾക്കൊള്ളാൻ പറ്റാത്തതുണ്ടോ എന്തുകൊണ്ടാണെന്നറിയോ? അതിൻ്റെ കാരണം ഇതാണ്. ടെക്നോളജി ഉണ്ട് നിങ്ങളതിൽ. ടെക്നോളജി ഉണ്ടെങ്കിൽ നിങ്ങളെ കൂടെ നിൽക്കുക. നിങ്ങളുടെ ടെക്നോളജി ഉണ്ട്. ടെക്നോളജിയാണ് പ്രശ്നം.